ഒരു 50 വയസ്സ് പ്രായം കഴിഞ്ഞ ഒട്ടുമിക്ക പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ശരിക്ക് വല്ലാതെ അവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. അൾട്രാ സോണോഗ്രാം എന്ന ടെസ്റ്റാണ്. USG വളരെ കോമൺ ആയിട്ട് നോൺ ഇൻവേസീവാണ്. അതായത് മറ്റു പാർശ്വഫലങ്ങളുമില്ല, നമുക്കൊന്നും വയറിൻ്റെ പുറത്ത് മാത്രം വെച്ച് ചെയ്യുന്നൊരു ടെസ്റ്റാണല്ലോ. അത് ചെയ്തു നോക്കിയാൽ തന്നെ ഒരുവിധം ആൾക്കാരിലൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതിൻ്റെ ഗ്രേഡ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ PSA ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ്, അതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള കുറച്ചുകൂടി മാരകമായ പ്രശ്നങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നും മനസ്സിലാകും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. ഒരു 50 വയസ്സ് പ്രായം കഴിഞ്ഞ ഒട്ടുമിക്ക പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ശരിക്ക് വല്ലാതെ അവരുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഇതിന് സാധാരണ പറയുന്നത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്നാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കുറച്ച് ക്രമാനുഗതമായ വളർച്ചയിലുള്ള ആധിക്യം, അതിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. സസ്തനികളായ എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ഇത് ഏകദേശം ഒരു 15 മുതൽ 17 ഗ്രാം, അത്ര ചെറിയൊരു ഗ്രന്ഥിയാണ്. നമ്മുടെ മലാശയത്തിൻ്റെ തൊട്ട് മുൻപിലായുള്ള യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രസഞ്ചിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്, 2 വശങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവുമായിട്ട് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ബീജ ഉൽപ്പാദനത്തിലൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. സെമിനൽ വെസിക്കിൾസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ലക്ഷണങ്ങളായിട്ട് പലർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല, ഈ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ പറയുമ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കൊരു ധാരണയാകും. കാരണം ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഡോക്ടറെ സമീപിച്ച് മൂത്ര തടസ്സത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഈ ഒരു സജഷൻ പറയുമല്ലോ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാവാനാണ് സാധ്യത. അപ്പം അതിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം പിടികിട്ടും. പ്രശ്നമായിട്ടുള്ള മെയിനായിട്ട് വരുന്ന ലക്ഷണങ്ങൾ, ഒന്ന്, അടിക്കടി മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഈ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നാൽ, നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ താഴത്തെ ഭാഗം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മൂത്രനാളി, അതായത് പുരുഷന്മാർക്ക് പുറത്തേക്കുള്ള മൂത്രനാളി, അത് തുടങ്ങുന്നത് ഭാഗത്താണ് ഈ ഒരു ഗ്രന്ഥി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം എപ്പോഴും പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കുന്നു. അപ്പോൾ കുറച്ച് ബ്ലാഡറിൽ മൂത്രമാവുമ്പോഴേക്കും ഈ ഒരു പ്രഷർ എഫക്റ്റ് കാരണം നമുക്ക് മോർ ഓഫ് ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് വരും, മൂത്രമൊഴിക്കണം തോന്നും. പക്ഷേ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഒന്ന് അടിക്കടി മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. അത് തന്നെ രാത്രി കാലങ്ങളിൽ ഉറക്കത്തെ നല്ലതുപോലെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ 3 or 4 തവണയൊക്കെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം. ഓരോ പ്രാവശ്യം മൂത്രം ഒഴിക്കുമ്പോഴും അത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാവാം പലപ്പോഴും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഫുള്ളായൊരു ഫീൽ, വീണ്ടും ഒഴിക്കണമെന്ന് തോന്നും. അതിൻ്റെ കൂടെ ഈ സ്ട്രീം തിന്നാവും, അതായത് പുറത്തേക്ക് പോകുന്ന മൂത്രത്തിൻ്റെ സ്ട്രീം കനം കുറയുക, സ്പ്ലിറ്റാവുക, 2 ഭാഗങ്ങളായി സ്പ്ലിറ്റായി മൂത്രം പോകാനുള്ള സാധ്യത. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെയും ചില ഡ്രോപ്പുകൾ ബാക്കിയായി ഡ്രസ്സിലൊക്കെ ആവാനുള്ളൊരു സാധ്യത. അതുപോലെ മൂത്രം ഒഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മൂത്രം പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. മേ ബി കുറച്ച് സെക്കൻഡ്സൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ റിലീസായിട്ട് മൂത്രം പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, മലാശയത്തിൻ്റെ തൊട്ട് മുന്നിലായി വരുന്ന ഒരു അവയവത്തിൻ്റെ താഴെ കാണുന്നുള്ള മൂത്രസഞ്ചിയുടെ താഴെ. അതുകൊണ്ട് തന്നെ മലബന്ധം വളരെ അധികമായ വീക്കമുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള മലശോധന കിട്ടാത്ത പ്രശ്നം, ശോധന കുറച്ച് തിന്നായിട്ട് അവിടെയും തിന്നായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഇത് സിംറ്റംസ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യാം.
ശരിക്കും ഈ വീക്കവും ലക്ഷണങ്ങളുമായിട്ടൊരു ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചെറിയ വീക്കമുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാം, കൂടുതൽ വീക്കമുള്ളവർക്ക് ഒരുപക്ഷെ മിനിമൽ പ്രശ്നങ്ങളെ ഉണ്ടാവാനും സാധ്യതയുള്ളൂ. അതിന് അങ്ങനെ ഡയറക്റ്റ് റിലേഷൻ പറയാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ കൂടെ ചില അവസരങ്ങളിൽ ഈ പ്രോസ്റ്റേറ്റിന് ഇൻഫ്ലമേഷൻ വന്ന് ചിലപ്പോൾ രക്തം കലർന്ന മൂത്രം പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സിവിയറായിട്ടുള്ള ഒരു സ്റ്റേജിൽ തീരെ മൂത്രം പോവാത്ത ഒരവസ്ഥയും ഉണ്ടാകാം, കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് യൂറിൻ, അങ്ങനെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഇതൊക്കെയാണ്. ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് രാത്രി കാലങ്ങളിലുള്ള അടിക്കടി മൂത്രം ഒഴിക്കേണ്ടി വരുന്ന പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെപ്പോഴും ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമുക്ക് അങ്ങനെ ചിന്തിക്കാമെങ്കിലും ഇത് കൂടാതെയും ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ ബ്ലാഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞവർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിലുപരി ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ മൂലവും, ഇതും വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ മൂലവും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് വേർതിരിച്ചറിയണമല്ലോ. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തു നോക്കാവുന്ന ഒരു ടെസ്റ്റ് എന്നുള്ളത് അൾട്രാ സോണോഗ്രാം എന്ന ടെസ്റ്റാണ്. USG വളരെ കോമൺ ആയിട്ട് നോൺ ഇൻവേസീവാണ്. അതായത് മറ്റു പാർശ്വഫലങ്ങളുമില്ല, നമുക്കൊന്നും വയറിൻ്റെ പുറത്ത് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണല്ലോ. അത് ചെയ്തു നോക്കിയാൽ തന്നെ ഒരുവിധം ആൾക്കാരിലൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതിൻ്റെ ഗ്രേഡ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ തന്നെ റെസിഡ്യുവൽ യൂറിൻ, അതായത് മൂത്രം ഒഴിച്ചതിന് ശേഷം വീണ്ടും സ്കാൻ എടുക്കുമ്പോൾ എത്രത്തോളം മൂത്രം അതിൽ കെട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു അസുഖവുമാണ്. ലക്ഷണങ്ങൾ തന്നെ ധാരാളമാണ്. ഇനി അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഗ്രേഡൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. ഈ ഒരു അസുഖം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ്, ഒന്ന് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കുറച്ച് കൂടി വരാനും ബുദ്ധിമുട്ടുകൾ കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏജ് ഒരു ഫാക്ടറാണ്. 2, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ ടെൻഡൻസി ഉള്ളവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. അമിതവണ്ണമുള്ളവർക്ക് ഇതൊരു കൂടിയ പ്രശ്നമായി തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ അസുഖങ്ങളുള്ളവർ, ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ BPH എന്ന അസുഖത്തിൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക? ഇതിനെ കാര്യമായിട്ട് പലരും കാര്യമായ ചികിത്സ നിഷ്കർഷിക്കാറില്ല. അൺലെസ് ആൻഡ് അൺടിൽ സിംറ്റംസ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഭക്ഷണത്തിലൊക്കെ അധികമായിട്ടുള്ള സ്പൈസി ഫുഡ്, അതുപോലെ ജങ്ക് ഫുഡ്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഉള്ളിലേക്ക് കൂടുതലായിട്ടുള്ള വെള്ളം, ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് അത് യൂറിൻ്റെ ഫോമിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഒരു 7 മണിയോടുകൂടി നിങ്ങൾ ലിക്വിഡ് ഫുഡ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ നിർത്തുക. അപ്പോൾ ഏകദേശം നിങ്ങളൊരു 7 മണിക്ക് ശേഷം ഒരു 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കുന്ന ഒരാളാകുമ്പോൾ 1-2 തവണ ഒരു അത്യാവശ്യം അതിൽ നിന്ന് ഫോം ചെയ്ത യൂറിൻ ഒഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതുവരെ നിങ്ങൾക്ക് നല്ലതുപോലെ വെള്ളം കുടിക്കാം. കാരണം ഏറ്റവും പ്രശ്നം ഇതിൽ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ 7 മണിയോടുകൂടി വെള്ളം അധികമായി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണക്രമം സ്വീകരിക്കുക. വ്യായാമം ഇതിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ സാധാരണ സ്വിമ്മിങ്, ജോഗിങ് അല്ലെങ്കിൽ സാധാരണ നടത്തം, നിങ്ങളുടെ നോർമൽ ഓപ്റ്റിമൽ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയും ഈ ഒരു അസുഖവുമായി റിലേറ്റഡ് ആയിട്ടും കൃത്യമായ വ്യായാമം ഒരു പരിധിവരെ ഇതിൻ്റെ എക്സസീവ് സിംറ്റംസ്, അതായത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും. അതിൽ തന്നെ കെഗൽസ് എക്സസൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കെഗൽ എക്സസൈസ് പൊതുവെ പെൽവിക് മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കെഗൽസ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ യോഗയിൽ ഇതിനെ സഹായിക്കുന്ന ചില എക്സസൈസ് പോസ്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം BPH എന്നുള്ളത് ഇൻവേരിയബിളി ഒരു 50ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും, 50ക്ക് മുന്നേ ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട്, ഏതൊരവസരത്തിലും ചെറുതായിട്ട് തുടങ്ങി നല്ല സിവിയർ ആവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വരാതിരിക്കുക എന്നുള്ളതിനേക്കാളും
വന്നതിനെ കൂടാതെ മാനേജ് ചെയ്ത് പോകുന്നതായിരിക്കാം നന്നാവുക ഈ ഒരു അസുഖത്തിൽ. എന്നുവെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ, മാമൽസ് ആയിട്ടുള്ള എല്ലാ ജീവികൾക്കും ഈ ഒരു ഗ്രന്ഥിയും അതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നങ്ങൾ നമുക്കാണത് കാര്യമായിട്ട് മനസ്സിലാവുന്നത്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോവുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമുക്ക് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും പലപ്പോഴും പോകേണ്ടി വരില്ല. ഇനി പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അമിതമായ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം. കാരണം അപൂർവമായി പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കപ്പെടാതെ പോകാനും പാടില്ലല്ലോ. അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോമൺ ആയിട്ട് പുരുഷന്മാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ PSA ടെസ്റ്റ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ്, അതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള കുറച്ചുകൂടി മാരകമായ പ്രശ്നങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നും മനസ്സിലാകും. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും അറിയാനുമായി പറയാനുള്ളത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.